നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഞാൻ ഗീതാശ്ശേരി. ഇന്നത്തെ നക്ഷത്ര വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് 23/4/2025 ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. 14 നാഴി 51 വിനാഴികയാണ് അവിട്ട നക്ഷത്രമുള്ളത്. അതായത് 12 മണി 9 മിനിറ്റ് വരെ അവിട്ട നക്ഷത്രമുണ്ട്. അവിട്ട നക്ഷത്രം ഒരു ഊന്നാളാണ്. ഉപനയനം മുതലായ ശുഭകർമ്മങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചൊവ്വയാണ്. ജനിക്കുന്ന കുട്ടിയുടെ സമയം അനുസരിച്ച് എപ്പോഴാണ് ആ കുട്ടി ജനിക്കുന്നത് എന്ന് വെച്ചാൽ ആ ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചൊവ്വാദശ എത്ര കാലം അല്ലെങ്കിൽ എത്ര വർഷം കിട്ടിയെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഈ നക്ഷത്രത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ വൃത്തിദോഷമുള്ളൊരു നക്ഷത്രം കൂടിയാണ് അവിട്ടം. വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ചൊവ്വ 7 വർഷം, രാഹു 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷം, 7 വർഷം, ആദിത്യന് 6 വർഷം എന്നിങ്ങനെയാണ് ദശാകാലം ഉള്ളത്. വലിയ ലുപ്തന്മാർ ആയിരിക്കും. ആരോടും നിർബന്ധമായി പെരുമാറുന്നവരായിരിക്കും. അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവൻ അസത്യവാദികളായിരിക്കും, വലിയ ലുപ്തന്മാരായിരിക്കും, ആരോട് നിർബന്ധമായി പെരുമാറുന്നവരായിരിക്കും, സമ്പത്തുള്ളവനായിരിക്കും, അന്യദേശവാസം ചെയ്യുന്നവനായിരിക്കും, ഈശ്വരഭക്തി ഉള്ളവനായിരിക്കും, സംഗീത പ്രിയനായിരിക്കും, പുത്രന്മാർ കുറവുള്ളവരായിരിക്കും, രോഗമുള്ളവനായിരിക്കും, മരിക്കുന്നത് വരെ ഐശ്വര്യത്തിന് യാതൊരു കുറവും വരികയില്ല. ഈ നക്ഷത്രം മേടമാസം 2:45 നാഴികയാകുമ്പോൾ ഉച്ചയാകും. അപ്പോൾ ഈ അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾ വലിയ ഭാഗ്യശാലികളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവരുടെ ചെറുപ്പകാലത്ത് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടു. മിക്കവാറുള്ള എല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. എന്നിരുന്നാൽ തന്നെയും പ്രത്യേകിച്ച് ഇവർക്ക് ബാല്യകാലത്ത് വളരെ കഷ്ടതകൾ, രോഗാദി ദുരിതങ്ങളും വിഷമതകളും ഒക്കെ അനുഭവിക്കേണ്ടി. ഇവർ വളരെ മിടുക്കരായിരിക്കും, വിദ്യാസമ്പന്നരായിരിക്കും, എല്ലാ കാര്യത്തിനും മിടുക്ക് കാണിക്കും. പക്ഷെ എപ്പോഴും ഇവരെ രോഗം അലട്ടിക്കൊണ്ടേയിരിക്കും. ഈ അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഭാഗ്യശാലികളാകാനുള്ള യോഗം കൂടെ കാണുന്നുണ്ട്. പിന്നെ പിതാവിന് ദുരിതങ്ങൾ അനുഭവിക്കാനോ നഷ്ടപ്പെടാനോ അങ്ങനെയൊക്കെയുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് അവിട്ട നക്ഷത്രക്കാർക്ക്. എന്നാലും അവിട്ടം തവിട്ടിൽ നേടുന്നൊരു നക്ഷത്രമാണെന്നാണ് പറയുന്നത്. സമയദോഷകാലത്ത് വളരെയധികം നിങ്ങൾ ശ്രദ്ധ വേണം. കാരണം നിങ്ങളുടെ ദശാകാലങ്ങൾക്ക് ഒരു മോശമായൊരു ഭാഗമാണ് നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജാതകം മനസ്സിലാക്കി അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വിഷമതകൾ നമ്മൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ട ചുമതലയുണ്ടെങ്കിൽ ദുഃഖിച്ചിരിക്കാൻ പാടില്ല. കാരണം ഏത് കാര്യത്തിനൊരു വിഷമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ വിഷമങ്ങൾ ഉണ്ടാകാൻ കാരണം ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന നമ്മൾ തന്നെയാണ് അതിന് കാരണമായിത്തീരുന്നത്. കാരണം അറിവില്ലായ്മയോടുകൂടി നമ്മളതിൽ പ്രവർത്തിക്കും. അപ്പോൾ അത് പരാജയപ്പെടും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ അറിയാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു, അങ്ങനെയുള്ള അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് വിജയിക്കാൻ പറ്റും. അത് വെറും നിസ്സാരമായ കാര്യമായിരിക്കും, നമ്മുടെ ശ്രദ്ധ പെടാത്തൊരു കാര്യമായിരിക്കും, അവിടെ നമുക്ക് പരാജയപ്പെടും. അതുപോലെ തന്നെ ധനം സമ്പാദിക്കണം, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പണക്കാരനാകണം, അതിനൊക്കെ വേണ്ടി നമ്മൾ ബിസിനസ് രംഗത്ത് അറിവില്ലാത്ത ബിസിനസ്സിലോ അല്ല അറിവില്ലാത്ത ഒരു കാര്യത്തിലൊക്കെ എടുത്തിയാടുകയും അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല, അതെങ്ങനെ ചിലവാക്കിയാൽ ലാഭം കിട്ടുമോ അല്ലെ എത്ര അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ ചെന്ന് വിടും. അങ്ങനെ പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
പക്ഷെ നിങ്ങൾ സമ്പന്നരാകും. നിങ്ങളൊരു സമയം നിങ്ങൾക്ക് വ്യാഴമൊക്കെ അനുകൂലമാക്കി എടുത്തു കഴിഞ്ഞാൽ അനുകൂല സാഹചര്യം, കാരണം അതിന് നമ്മൾ തന്നെ വേണം. ആ വ്യാഴം വ്യാഴദശ തുടങ്ങി ആ വ്യാഴദശ നമുക്ക് കൂടുതൽ അനുകൂലമാക്കി എടുക്കണമെന്നൊക്കെ നമ്മൾ തന്നെ വിചാരിച്ച് ആ സമയത്ത് നമ്മൾ അറിവുള്ളവരുടെ ഉപദേശമൊക്കെ നേടി നമ്മളും കുറേ പഠിച്ച് എന്തൊരു വിഷയത്തിന് ഇറങ്ങുന്നോ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അതിന് ശേഷം നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങും. അത് വളരെ ലാഭകരമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിലൊക്കെ ഒരു തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 2025 മെയ് 14 കൂടി വ്യാഴം മറയുന്നൊരവസ്ഥ കാണുന്നുണ്ട്. എൻ്റെ ദൈവാധീനം കുറയുന്നൊരവസ്ഥ നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ.